സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ പ്രതിഫലം അധികരിക്കാനുള്ള കാരണമാണ് ഈ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത്. സയ്യിദുനാ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഫി സ്വലാത്തി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിലുള്ള സ്വലാത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ചർച്ച ദിക്റുകളുടെ ഒക്കെ പ്രതിഫലത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലിലുള്ള സ്വലാത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഖൗലിഹി, ഇതുപോലെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നൊരാൾ ചൊല്ലിയാൽ തഹ്സബു ഹുറൂഫുഹാ ബികുല്ലി ഹർഫിൻ അശറ ഹസനാത്ത്, ആ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ഓരോ ഹർഫിനും ഓരോ അക്ഷരത്തിനും 10 നന്മയുടെ പ്രതിഫലം നൽകപ്പെടും. അപ്പോൾ വറാ അദാലിക, അതിൻ്റെ അപ്പുറത്ത് അന്ന കുല്ല മലക്കിൻ ഫിൽ ഖൗനി, ഈ പ്രപഞ്ചത്തിലെ എല്ലാ മലക്കുകളും യുസല്ലി അല അശറ മറാത്ത്, ആ മനുഷ്യൻ്റെ മേലിൽ 10 പ്രാവശ്യം സലാത്തു ചൊല്ലും. സലാത്തുൽ മലക്കി ലൈസത്ത് ക സലാത്തുൽ ഇൻസാൻ, മലക്കിൻ്റെ സ്വലാത്ത് മനുഷ്യൻ്റെ സ്വലാത്തിനെ പോലെയല്ല. ഫഇന്ന കുല്ല ഹർഫിൻ ഫി സ്വലാത്തുൽ മലക്കി, മലക്കിൻ്റെ സ്വലാത്തിൽ നിന്നുള്ള ഓരോ ഹർഫിനും ഓരോ അക്ഷരത്തിനും ബിമിഅത്തി ഹസനത്തിൻ, അത് നൽകപ്പെടും 100 നന്മയുടെ പ്രതിഫലം. വൽ ഹസനത്തു മിനൽ മലക്കി ലൈസത്ത് ക ഹസനത്തു മിനൽ ആദമിയ്യി, മനുഷ്യൻ്റെ നന്മയും മലക്കിൻ്റെ നന്മയും ഒരുപോലെയല്ല. ഇപ്പോൾ 2 വ്യത്യാസങ്ങളാണ് ഇവിടെ പറയുന്നത്. മലക്കിൻ്റെ സ്വലാത്തും മനുഷ്യൻ്റെ സ്വലാത്തും ഒരുപോലെയല്ല. മലക്ക് ഒരു സ്വലാത്ത് എല്ലിയാൽ 100 നന്മയുടെ പ്രതിഫലം നൽകപ്പെടും. മനുഷ്യനൊരു സ്വലാത്ത് എല്ലിയാൽ 10 നന്മയുടെ പ്രതിഫലമേ നൽകപ്പെടുള്ളൂ. അതുപോലെ തന്നെ മലക്കിൻ്റെ നന്മയും മനുഷ്യൻ്റെ നന്മയും ഒരുപോലെയല്ല. അത് പിന്നീട് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഫഇന്ന ഹസനത്തുൽ ആദമിയ്യി, മനുഷ്യൻ്റെ നന്മകൾ മിൻഹ, അതിലുണ്ട് കൽ ഹുബൂബ്, അത് ചില നന്മകൾ ഹുബൂബ് വിത്തുകളെ പോലെയാണ്. ചെറിയ വിത്തിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ ആ നന്മക്ക്. വക്കൽ അവാഖി, ചിലതൊരു ഔൺസിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. ചിലത് വക്കൽ അറുത്തൽ, ചിലതൊരു പൗണ്ടിൻ്റെ വലിപ്പം ഉണ്ടാവും. വക്കൽ ഖനാതീർ, ചിലതൊരു കിൻഡൽ വലിപ്പം ഉണ്ടാവും. വക്കൽ ജിബാൽ, ചിലതൊരു പർവ്വതത്തിൻ്റെ വലിപ്പം ഉണ്ടാവും. അലാ ഖദ്രി കുലൂബിഹിം, ഓരോരുത്തരുടെയും ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച്. ഫൽ അദദു വാഹിദുൻ, എന്നാൽ എണ്ണം ഒരേപോലെ തന്നെയാണ്. വൽ മീസാൻ മുഫ്തറത്തും, പക്ഷെ അളക്കപ്പെടുന്ന മീസാന് വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പം എണ്ണം ഒരുപോലെ എന്നാണ്. ഒരു കടുകുമണിയും ഒരു പർവ്വതവും എണ്ണം കൊണ്ടൊന്നാണ്. പക്ഷേ ഒന്ന് പർവ്വതത്തിൻ്റെ വലിപ്പമുണ്ട്, ഒന്ന് കടുമണിൻ്റെ വലിപ്പമുള്ളൂ. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുറബിയായ ഷെയ്ഖന്മാരെടുത്ത് ദിക്റൊക്കെ സ്വീകരിക്കുന്നതിന്. നമ്മളിനിപ്പോൾ അതുകൊണ്ടൊന്നും വലിയ തർബിയത്തിൻ്റെയും തസ്കിയത്തിൻ്റെ അവസ്ഥ ഒന്നും എത്തിച്ചിട്ടില്ലെങ്കിൽ പോലും അവരെടുത്ത് സ്വീകരിച്ചു എന്ന കാരണം കൊണ്ട് ആ ഒരു ദിക്ർ നമ്മൾ ചെല്ലുമ്പോൾ അത് അവർ ചൊല്ലുന്നതിൻ്റെ നിഘണ്ടുവിലാണ് എഴുതപ്പെടുക. എന്നാൽ അവരുടെ ചൊല്ലൽ ഈ ജിബാല് പോലെ ആയിരിക്കും. അവരൊരു അള്ളാഹെന്ന് ചൊല്ലിയാൽ ആ അള്ളാഹ്ക്ക് ഒരു പർവ്വതത്തിൻ്റെ പ്രതിഫലം ഉണ്ടാവും. നമ്മൾ അള്ളാഹെന്ന് ചൊല്ലിയാൽ ചിലപ്പോൾ കടുകുമണീൻ്റെ പ്രതിഫലം പോലും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തുനിന്ന് സമ്മതത്തോടു കൂടി നമ്മൾ ചൊല്ലിയാൽ അതും അവരുടെ അക്കൗണ്ടിൽ എഴുതപ്പെടും. അതായത് അവരെ കണക്കിലാണ് നമ്മളിലേക്ക് എഴുതപ്പെടാം. ഇനി തുടരാം. ഹസനാത്തുൽ മലക്കി ഹിയ അല ഖദ്ർ ജിബാൽ, എന്നാൽ മലക്കുകളുടെ എല്ലാ ഹസനത്തുകളും ഒരു പർവ്വതത്തിൻ്റെ കണക്കിലാണ്. മനുഷ്യൻ്റെ മാക്സിമം പർവ്വതത്തിൻ്റെ അവസ്ഥയിലാണെന്ന് പറഞ്ഞല്ലോ. മലക്കുകളുടെ എല്ലാ അവസ്ഥകളും ഈ പർവ്വതത്തിൻ്റെ കണക്കിലാണ് കൂട്ടപ്പെടുക. അവരുടെ ഹസനാത്തുകൾ, നന്മകളെല്ലാം. അല്ലദീ തൂലഹു മസീറത്തു 20 സനത്തൻ വ അർളുഹു കദാലിക് ഒലുവുഹു കദാലിക്, അതിൻ്റെ വിസ്തീർണം, അതിൻ്റെ വീതിയും നീളവും ഉയരവും ഒക്കെ 20 സനത്തൻ 20 വർഷത്തിൻ്റെ യാത്രാ ദൂരം ഉണ്ടാവും. ചെറിയൊരു പർവ്വതമൊന്നുമല്ല, അത് വലിയ പർവ്വതമാണ്. അതിൻ്റെ നീളത്തിലും വീതിയിലും
ഉയരത്തിലോ കാര്യങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചാൽ 20 വർഷം യാത്ര ചെയ്താൽ അതിൻ്റെ അറ്റത്തെത്താൻ പറ്റുള്ളൂ. അത്ര വലിയ പർവ്വതത്തിൻ്റെ പ്രതിഫലമാണ് ഒരു മലക്കിന് ഒരു നന്മക്ക് കിട്ടുക. ഫൈദ കുത്തിബത്ത് ഫി സ്വലാത്തിൽ മലക്ക് മിഅത മിൻ കുല്ലി ഹർഫിൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മലക്ക് ഒരു സ്വലാത്ത് ഇല്ലാൽ ആ സ്വലാത്തിലെ ഓരോ അക്ഷരത്തിനും 100 നന്മയുടെ പ്രതിഫലം നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു ഇങ്ങനത്തെ ഒരു പർവ്വതത്തിൻ്റെ പ്രതിഫലം നൽകപ്പെടുക എന്നാണ്. അതൊരു മലക്കിൻ്റെ കേട്ടോ. ഫഅൈന യഹ്സബു സവാബ ഹാദൽ അമൽ. എങ്ങനെയാണ് ഈ അമലിൻ്റെ പ്രതിഫലം കണക്കാക്കപ്പെടുക? ലി കസറത്ത് അതതിൽ മലായിക്ക. കാരണം മലക്കുകളുടെ എണ്ണമറ്റതല്ലേ. ഒരു മലക്കിൻ്റെ എൻ്റെ അവസ്ഥ എന്താ? ഒരു മലക്ക് ഒരു സ്വലാത്ത് ഇല്ല, അതിലൊരു ഹർഫിന് 100 പ്രതിഫലം, ആ 100 നന്മൻ്റെ പ്രതിഫലം. ആ ഒരു നന്മ എന്ന് പറഞ്ഞ ഒരു പർവ്വതത്തിൻ്റെ വലിപ്പമുണ്ടാവുക. അപ്പം 100 ഇൻറ്റു പർവ്വതത്തിൻ്റെ വലിപ്പമുള്ള നന്മ പിന്നെ ഒരൊറ്റ ഹർഫിന്. അങ്ങനെയാണ് ഒരു സ്വലാത്തിന് എത്ര ഹർഫുണ്ടാവും. അപ്പോൾ അതൊരു മലക്കിൻ്റെ അവസ്ഥ. മലക്കുകൾ തന്നെ എത്ര ഉണ്ട്? എണ്ണമറ്റതാണ്. ഫൈനാദഹും ലാ യുഹീത ബിഹി മുഹീത്ത്. മലക്കുകളുടെ എണ്ണം ഒരിക്കലും കണക്കാക്കാൻ പറ്റൂല. അള്ളാഹ്ക്കല്ല, ഇല്ലല്ലാഹു ജല്ല ജലാലു. അള്ളാഹ്ക്കല്ലാതെ ഒരിക്കലും അതിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. ഫന്ദുർ, അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, മാ ബലഅത്ത് സ്വലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അദ്കാർ. ദിക്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്തും അടുപ്പിച്ച് വെച്ചാലുള്ള, അത് നേരെ വെച്ചാലുള്ള അവസ്ഥകളൊന്നും നോക്കി നോക്കൂ. ഫലാ നിസ്ബത്ത ബൈനന ബൈനൽ അദ്കാർ. അവരുടെ ഇടയിലൊരു താരതമ്യം പോലും ഇല്ല. സാധാരണ ദിക്ർ ചൊല്ലിയ ദിക്റിൻ്റെ ഓരോ ദിക്റിനും നമ്മളെ 10 ഹസനാത്തിൻ്റെ 10 നന്മകളുടെ പ്രതിഫലം ഉണ്ടാവും. അതിന് നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വലിയ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പർവ്വതത്തിൻ്റെ പ്രതിഫലം കിട്ടും. നമ്മളെപ്പോലുള്ള ആളുകളാണെങ്കിൽ ചിലപ്പം ഒരു കടുകുമണീൻ്റെ പ്രതിഫലമേ കിട്ടുള്ളൂ. എന്നാൽ സ്വലാത്തിൻ്റെ പ്രതിഫലം എന്താ? ഈ 10 ഇൻറ്റു 10 എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തായിട്ട് 10 മലക്കുകൾ അവർക്ക് മേലിലെ സ്വലാത്തിലുന്നുണ്ട്. മലക്കുകൾ സ്വലാത്തിലുള്ള അവസ്ഥ എന്താ? ഓരോ മലക്കിനും 100 പ്രതിഫലം രേഖപ്പെടുത്തും. 100 ഹസനാത്തിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തും. ഓരോ ഹസനാത്തും ഒരു പർവ്വതത്തിൻ്റെ വലിപ്പമുണ്ടാവും. ആ പർവ്വതത്തിൻ്റെ ദൂരം, നീളവും വീതിയും ഉയരവും ഒക്കെ 20 വർഷം താണ്ടിയാലും ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അത്രയും വലിയ പർവ്വതത്തിൻ്റെ പ്രതിഫലം നൽകപ്പെട്ടു. അപ്പോൾ ഒരു സ്വലാത്ത് കൊണ്ടുണ്ടാവുന്ന ഒരു അടിമക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തിൻ്റെ തോതെത്രയാണ് എന്നാണ് ശൈഖ് അവറുകൾ ചോദിക്കുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രി വ മിഖ്ദാരിഹിൽ അദീം.